ആശ്രയം ഈ ഒരു ബസ്സായിരുന്നു. നമുക്കിവിടെ ആറ്റിങ്ങ പോകാനും വർക്കല പോകാനും ചെറുനീ പോകാനും എല്ലാം കൂടെ ഈ ഒരു ബസ് മാത്രം മതിയായിരുന്നു. അതിപ്പോൾ പിന്നെ ഈ പാലത്തിൻ്റെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് അത് ഇല്ല. ഇപ്പോൾ കാൽനടയായിട്ട് നടന്നു പോലും പോകാനുള്ള സൗകര്യം ഇല്ലാത്ത രീതിയിലാണ് പാലം പണിയുന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അപകടാവസ്ഥയിൽ തുടർന്ന വർക്കല കാറാത്തല തെറ്റിക്കുളം റോഡിലെ കുറ്റിവയൽ കലുങ്ക് നിർമ്മാണം പുനരാരംഭിച്ചത്. എന്നാൽ നിർമ്മാണം മാസങ്ങളായി ഇഴയുന്നതായി ഇപ്പോൾ പ്രദേശവാസികൾക്ക് യാത്രാ ദുരിതം തീർത്തിരിക്കുകയാണ്. ചെറുന്നിയൂർ പഞ്ചായത്തിലെ കാറാത്തല കുറ്റിവയൽ ഏലായുടെ സമീപം മരാമത്ത് റോഡിലെ കലുങ്കാണ് പുതുക്കി പണിയുന്നത്. അപകടാവസ്ഥയിലായിരുന്ന കലുങ്ക് 6 മാസം മുൻപാണ് പൊളിച്ചു പണിയാൻ ആരംഭിച്ചത്. ഇതോടെ റോഡിൽ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. കലുങ്ക് നിർമ്മാണം ആരംഭിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാകാറുമില്ല. ബസ് സർവീസുകൾ ഉൾപ്പെടെ വാഹന ഗതാഗതം നിലച്ചതോടെ കാറാത്തല, അച്ചുമാമുക്ക തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർക്ക് വലിയ യാത്രാ ദുരിതമാണ് നേരിടേണ്ടി വരുന്നത്. ആശ്രയം ഈ ഒരു ബസ്സായിരുന്നു. നമുക്കിവിടെ ആറ്റിങ്ങ പോകാനും വർക്കല പോകാനും ചെറുനീ പോകാനും എല്ലാം കൂടെ ഈ ഒരു ബസ് മാത്രം മതിയായിരുന്നു. അതിപ്പോൾ പിന്നെ ഈ പാലത്തിൻ്റെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് അത് ഇല്ല. ഇപ്പോൾ അത് മാത്രമല്ല, അവിടെ ഒരു ചന്തയുണ്ട്. ആ ചന്തയിൽ പോകാൻ പോലും ഒരു നിവൃത്തിയില്ലാത്ത കണക്ക് നമ്മൾ പറഞ്ഞ് ഒരാൾ നടന്ന് പോകത്തക്ക രീതിയിലെങ്കിലും ഒരു ചെറിയൊരു വഴി ഉണ്ടാക്കി തരികയെന്ന് പറയാം. അതവർ ചെയ്യുന്നില്ല. നമ്മൾ പറയാനല്ലേ പറ്റുള്ളൂ. നമ്മളെന്ത് ചെയ്യാനൊക്കെ. അതാണ് എൻ്റെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഈ ചന്തയുടെ ഇതാണ്. ചന്തയിൽ ആളുകൾക്ക് പോയി പെണ്ണുങ്ങളല്ലേ ചന്തയിൽ പോകുന്നു, ആണുങ്ങളല്ലല്ലോ. അല്ല, അതിൽ തന്നെ ഉപയോഗിക്കുന്നു. അത് ഇവിടുന്ന് ഈ വയലിലിറങ്ങിയിട്ട് അതിലൂടെ അങ്ങ് അക്കരെ കയറി അവിടെ ചന്തയിൽ പോകും. തിരിച്ച് ഒരുപാട് കറങ്ങി പോകണം. പെണ്ണുങ്ങൾ വലിയ പാടുപെട്ടാണ് പോകുന്നത്. എന്നാലും മീനില്ലാതിരിക്കാൻ പറ്റൂലല്ലോ. കാറാത്തല ഭാഗത്തു നിന്നും തെറ്റിക്കുളം വഴി ആറ്റിങ്ങൽ ഉൾപ്പെടെ പോകാനുള്ള റോഡിലെ കലുങ്കാണ് ഇപ്പോൾ പൊളിച്ച് പുനർനിർമ്മിക്കുന്നത്. പണി തുടങ്ങിയതോടെ ഇതുവഴിയുള്ള 20-ലധികം സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ മറ്റു റോഡുകളിലൂടെയാണ് പോകുന്നത്. ചെയ്യുന്നത് എന്താണെന്ന് അറിയാൻ വയ്യ. അത് പാലം പൊളിക്കാൻ സമയത്ത് ഭയങ്കര ഉദ്ഘാടനവും കാര്യമായിട്ടൊക്കെ വന്നതാണ്. പാലം പൊളിച്ച് അതിനുശേഷം പണി വളരെ ലേറ്റാണ്. അത് അവിടുത്തെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞാൽ അവർ മറ്റൊരു സ്ഥലത്ത് പാലത്തിൻ്റെ പണി കിടക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പം സഞ്ചാര യോഗ്യമല്ലാതെയാണ് ഇരിക്കുന്നത്. കാര്യം ഇവിടുന്ന് വർക്കല പോകണം എന്നുള്ളതിന് 6 കിലോമീറ്ററാണ് ഇപ്പോൾ ചുറ്റി പോകാനുള്ളത്. നേരത്തെ 4 കിലോമീറ്റർ പോയാൽ മതിയായിരുന്നു. ഇപ്പോൾ 2 കിലോമീറ്റർ ചുറ്റി വേണം പോകാൻ. അപ്പുറത്തുള്ളൊരു കാൽനടയായിട്ട് നടന്നു പോലും പോകാനുള്ള സൗകര്യം ഇല്ലാത്ത രീതിയിലാണ് പാലം പണിയുന്നത്. ഒരു KSRTC ഓർഡിനറി ബസ്സും സ്വകാര്യ ബസ്സുമാണ് ഇതുവഴി സർവീസ് നടത്തിയിരുന്നത്. എന്നാൽ ഈ 2 ബസ് സർവീസും ഈ പ്രദേശത്തുള്ളവരുടെ ഏക ആശ്രയമായിരുന്നു. ബസ് സർവീസുകൾ നിലച്ചതോടെ വടശ്ശേരിക്കുളം, പാലച്ചിറ, ചെറുന്നിയൂർ, പേരേറ്റിൽ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ യാത്രക്കാർ ഓട്ടോറിക്ഷയെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ചുനാളായി പ്രദേശവാസികൾ പരാതികൾ ഉന്നയിക്കുന്നുണ്ട്. ഇതുവഴി പോകുന്ന 2 ബസ്സിനെ ആശ്രയിച്ച് സ്കൂൾ യാത്ര നടത്തിയിരുന്ന വിദ്യാർത്ഥികളും ഇപ്പോൾ ആകെ ബുദ്ധിമുട്ടുന്ന സ്ഥിതിയിലാണ്. ഇവിടെ നിന്നും പാലച്ചിറയിലേക്കും ചെറുനീരിലേക്കുമുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് കലുങ്ക് നിർമ്മാണം ഇഴഞ്ഞു നീക്കുന്നത് മൂലം മുടങ്ങിക്കിടക്കുന്നത്. വിസ്മയ ന്യൂസ്, വർക്കല.